ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി, കാണുന്നതിന് വേണ്ടി യഹോവയുടെ കണ്ണ് ഭൂമിയിലെല്ലായിടവും ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. അപ്പോൾ അതിനങ്ങേപ്പുറത്ത് നമുക്കുള്ളൊരു ചോദ്യം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരെ മാത്രം ദൈവത്തിന് മതിയോ? ഈ ബുദ്ധികെട്ടവരെ എന്തു ചെയ്യും? അവരെ കണ്ടുപിടിക്കുന്നതിനും ശിക്ഷിക്കുന്നതിനു വേണ്ടിയും ദൈവം മെനക്കെട്ടില്ല. കാരണം എന്താണെന്ന് അറിയാമോ? ചില സാഹചര്യങ്ങളുടെ മുഖത്ത് അതിൽ നിയമിക്കപ്പെട്ടവർ, മുൻകണ്ടവരൊക്കെയും ദൈവത്തെ അന്വേഷിക്കുന്നതിന് വേണ്ടി കടന്നു വരുമെന്ന് സ്വർഗത്തിന് നല്ലതുപോലെ അറിയാം. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവം മുൻകണ്ടിട്ടുള്ളതായ ജനങ്ങളുടെ മധ്യത്തിൽ അവരെ വേർതിരിക്കുന്നതിന് വേണ്ടി ദൈവം പല സാഹചര്യങ്ങൾ ലോകത്തിൽ സൃഷ്ടിച്ച ചരിത്രങ്ങൾ നമുക്കുണ്ട്. നാം 2 ദിനവൃത്താന്തം 15-ാം അധ്യായം വായിച്ചു നോക്കുമ്പോൾ, ആസാ രാജാവിൻ ഇസ്രായേലിനെ വാണുകൊണ്ടിരുന്ന 41 വർഷം വാണ ആസാ രാജാവിന്റെ കാലത്ത് വലിയൊരു റവല്യൂഷൻ, ഉണർവ്, ക്രിസ്തുവിന് 910 വർഷത്തിന് മുമ്പുണ്ടായ ഒരു ഉണർവ്. അത് വളരെ പ്രസിദ്ധമാണ്. ഇസ്രായേൽ ജനത്തിന്റെ ഇടയിൽ ആസയുടെ കാലത്തെ ഉണർവെന്ന് പറഞ്ഞ ആ റവല്യൂഷൻ ഭയങ്കര പ്രസിദ്ധമാണ്. അവിടെ ആ 15-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നാം വായിച്ചു നോക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സമാധാനം പോക്കുവരവിന് പോലും ഇല്ലാതിരുന്ന കാലം, മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയാതിരുന്ന കാലം, ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് ആർക്കും അറിയാൻ വയ്യാത്ത കാലം, മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം കൊണ്ട് ജാതിയോടും പട്ടണങ്ങളോടും എതിർത്ത് തകർത്ത കാലം. പട്ടണങ്ങൾ വീഴാൻ തുടങ്ങി, രാജ്യങ്ങളിലും ദേശങ്ങളിലും വലിയ വലിയ അനർത്ഥങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. എങ്ങും സമാധാനമില്ല. എന്നാൽ ഈ സമാധാനമില്ലാത്ത കാലത്തും ദൈവത്തിൻ്റെ ആത്മാവ് ചെന്ന് സമാധാന ദൂതുവാഹികളെ ലോകത്തിൻ്റെ ഇതര ഭാഗങ്ങളിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയുടെ ചരിത്രമൊക്കെ ഒന്ന് എടുത്തു നോക്കിയാൽ ആ പഴയ കാലത്തെ ചരിത്രം അറിയാവുന്നവർക്കറിയാമോ? 1914 ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നു. 4 വർഷം നീണ്ടു നിന്നു. വലിയ ഘോരമായ യുദ്ധം ഇന്ത്യ മഹാരാജ്യത്തെ വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലേക്ക് അത് നയിക്കുകയായിരുന്നു. ഇവിടുത്തെ ജനങ്ങൾക്ക് ആഹാരമില്ല, പട്ടിണി, എവിടെ നോക്കിയിരുന്നാലും പ്രയാസം, കണ്ണുനീർ, യാതന, നാട്ടുരാജാക്കന്മാരുടെ വളരെ കർശനമായ വാഴ്ച. അതിനങ്ങേപ്പുറത്ത് രാജ്യാന്തരമായി നോക്കുമ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ ശക്തിയോടുകൂടെ രാജ്യം വാണുകൊണ്ടിരുന്ന കാലം, സാധുക്കളായിട്ടുള്ള ജനങ്ങൾക്ക് യാതൊരു നിവൃത്തിയുമില്ലാത്ത കാലം, അവരെ നോക്കുവാനും കാണുവാനും ഒരു സമാധാന വാക്ക് അവരോട് പറയുവാനും ആരോരുമില്ലാതിരുന്ന കാലം. തീണ്ടലും വേറുകൃത്യങ്ങളും ഒക്കെ വളരെ ശക്തിയോടെ നീണ്ടു നിൽക്കുകയാണ്. ജോലി ചെയ്തും അല്ലെങ്കിൽ കൃഷി ചെയ്തും ആഹാരം ഉണ്ടാക്കുവാൻ മനുഷ്യർക്ക് നിവൃത്തിയില്ല. കാരണം ആർക്കും വസ്തുക്കളില്ല. വസ്തുവകകൾ ഉള്ളവർ വളരെ ചുരുക്കം. വസ്തുവകകളെല്ലാം രാജാക്കന്മാരുടെ സമ്പത്താണ്. അവരിൽ നിന്ന് പാട്ടത്തിനെടുത്ത് അങ്ങുവിടെയെല്ലാം കൃഷി ചെയ്യുന്ന ചില ചുരുക്കമായിട്ടുള്ള ചില വിഭാഗങ്ങൾ മാത്രം. ബാക്കിയുള്ളവരെല്ലാം അടിമകളാണ്. വസ്തുക്കളെല്ലാം രാജാവിൻ്റെയാണ്. മനുഷ്യർക്ക് സ്വന്തമായിട്ട് കിടക്കാടോ ഒന്നുമില്ല. ഓരോ ഭവനത്തിലും 8-10 കുട്ടികൾ. വീട്ടിലെല്ലാം പട്ടിണിയാണ്. കോളറ രോഗം പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. മസൂരി രോഗം. എവിടെ നോക്കിയിരുന്നാലും നിലവിളിയും കണ്ണുനീരും. നിവൃത്തിയുള്ളവരാരുമില്ല. ചെരുപ്പിടുന്നവർ വളരെ ചുരുക്കം. ചോരാത്ത വീടുകൾ വളരെ ചുരുക്കം. വാഹനങ്ങൾ ഒന്നുമേയില്ല. കേവലം കാളവണ്ടിയും മറ്റുമാത്രം. ഉന്തുവണ്ടി, കാളവണ്ടി, ഇല്ലെങ്കിൽ മനുഷ്യൻ ചവിട്ടുന്നതായ സൈക്കിൾ, റിക്ഷ എന്നത് ആദികൾ മാത്രം. മറ്റു വാഹനങ്ങൾ ഒന്നും തന്നെ ഇല്ലെന്ന് പറയാം. വല്ലപ്പോഴും ഒരിക്കൽ ഒരു കാഴ്ചയ്ക്കായിട്ട് ഓടുന്ന ബസ്സുകളോ മറ്റുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിലുണ്ട്. വളരെ ദാരിദ്ര്യമായ കാലം. ആ കാലത്ത് ദേശത്തെല്ലാം വലിയ ഉണർവുണ്ടായി. പ്രാർത്ഥിക്കുന്ന വീരന്മാരെ ദൈവം അവിടെ ഇവിടെ ആയിട്ട് സൃഷ്ടിച്ചു. ക്രിസ്തീയ വിഭാഗങ്ങളുടെ മധ്യത്തിൽ വലിയൊരു ഉണർവുണ്ടായി. പേരുകെട്ട ഉണർവുകൾ. അത് പെന്തക്കോസ്ത് ലോകത്ത് മാത്രമുള്ള ഉണർവല്ല,
സാമുദായിക രംഗങ്ങളിലും എല്ലാ ആരാധനകളിലും ദൈവത്തിൻ്റെ ആലോചന പറയുന്ന അനേക ഭക്തന്മാരെ ദൈവം അവിടെ ആയിട്ട് എഴുന്നേൽപ്പിച്ചു. എല്ലാവരും ഭക്തന്മാർ, പാട്ട് കെട്ടുന്നവർ പുതിയ പാട്ടുകൾ കെട്ടുന്നു, ആശ്വസിക്കുന്നു, ആശ്വാസം പ്രാപിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 2 ദിനവൃത്താന്തം 15-ാം അധ്യായം നാം വായിക്കുമ്പോൾ ക്രിസ്തുവിന് 910 വർഷത്തിന് മുമ്പ് നടന്ന സംഭവത്തെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. 41 വർഷം രാജ്യത്തെ വാണ ആസാ രാജാവിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഭയം നിഴലാടുവാൻ തുടങ്ങി. കഷ്ടതകൾ അവിടെ നടമാടുകയാണ്. പട്ടിണിയും പ്രയാസവും കൊലയും കൊലപാതകവും കൊലവിളിയും. ദേശത്ത് സമാധാനമില്ല. സന്ധ്യയായാൽ മനുഷ്യൻ വെളിയിൽ ഇറങ്ങാത്ത കാലം. അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ലാതിരുന്ന കാലം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിൻ്റെ കൂടെ യുദ്ധങ്ങളും കൂടെ ആയാലോ. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 1-ാം ലോകമഹായുദ്ധം 1918 കഴിഞ്ഞെങ്കിലും 1934 വീണ്ടും 2-ാം ലോകമഹായുദ്ധം ആരംഭിച്ചു. അത് 6 വർഷം നീണ്ടു നിന്നു. വളരെ കഷ്ടതയുടെ സമയങ്ങൾ. കോളപ്പുറ അരി അല്ലാതെ മറ്റൊന്നും റേഷനിലില്ല. അത് കഴിച്ചാൽ മനുഷ്യരെല്ലാം രോഗികളാകുക. ആശുപത്രി സൗകര്യങ്ങളില്ല. വേറുകൃത്യങ്ങൾ, എവിടെയും തീണ്ടലും തൊടിയിലും എന്ന് വേണ്ട ഓരോരോ നിയമങ്ങളാണ്. മനുഷ്യൻ എങ്ങോട്ടോടും. ആവശ്യത്തിനുള്ള വസ്ത്രങ്ങളില്ല, കിടക്കുവാൻ നല്ല ഭവനങ്ങളില്ല, കൃഷി ചെയ്യാൻ ഭൂമിയില്ല, വയറു നിറച്ച ആഹാരമില്ല. എങ്കിലും ഇതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവം ചില ഭക്തന്മാരെ എഴുന്നേൽപ്പിച്ചു. ആസായുടെ പുസ്തകം, ആസായുടെ ചരിത്രം 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൽ വായിച്ചു നോക്കുമ്പോൾ അതിനോട് തത്തുല്യമായ ചില അനുഭവം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ കാലത്ത് ആസാ രാജാവിനോട് ഒരു പ്രവാചകൻ എഴുന്നേറ്റൊരു കാര്യം പറഞ്ഞു. 2 ദിനവൃത്താന്തം 15-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്, നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത്, നിങ്ങളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ഈ വാക്ക് കേട്ടപ്പോൾ ആസാ രാജാവും തന്നോടൊപ്പമുള്ളതായ പുരോഹിതന്മാരും സന്തോഷിച്ചു. അവിടെ വലിയൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അവരുടെ ഭവനങ്ങളിൽ ആ വചനം അങ്ങോട്ട് ഏറ്റെടുത്തപ്പോൾ അതിൻ്റെ 8-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ആസാ രാജാവ് ഈ പ്രവചന വാക്യം കേട്ടപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ഒരു ധൈര്യമുണ്ടായി. വലിയ ധൈര്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ വചനം നമ്മോടായി സംസാരിക്കുമ്പോൾ അത് നമുക്ക് വേണ്ടിയുള്ള വചനമാണെങ്കിൽ ആ വചനം വെറുതെ അങ്ങ് കേട്ടതുപോലെ പോകാതെ നമ്മുടെ ഹൃദയത്തിൽ ഒരു ധൈര്യം കൊണ്ടുവരും. ദൈവത്തിൽ സന്തോഷിക്കുവാനുള്ള ഒരു ധൈര്യശാലികളായി ദൈവം നമ്മെ നിർത്തും. ഒന്നുമില്ല എങ്കിലും ധൈര്യമുണ്ട്. ഒരു സമ്പത്തുമില്ലെങ്കിലും വിശ്വാസമുണ്ട്. ഈ വിശ്വാസം കാണുമ്പോൾ ഇന്ന് എന്താണ് ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് പറയാനുള്ളത്? അതിൻ്റെ പിന്നോട്ടുള്ളതായ വാക്യങ്ങൾ അതിൻ്റെ 9-ാം വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആസാ രാജാവിൻ്റെയും തന്നോടുകൂടെ ഉള്ളതായ ആ പുരോഹിതന്മാരുടെയും ദൈവഭക്തന്മാരുടെയും സന്തോഷവും ധൈര്യം കണ്ടപ്പോൾ ദേശത്ത് ദൈവഭയമില്ലാതിരുന്ന ദേശത്ത് വലിയൊരു ഉണർവ് പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി. അവർക്കെല്ലാം മനസ്സിലായി ഇവരോടുകൂടെ ദൈവമുണ്ട്. അങ്ങനെ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? ദേശത്തു നിന്ന് എല്ലാവരും വന്ന് ഇവരോടൊപ്പം ചേർന്നു. ആരാധന രൂപപ്പെട്ടു. ഭക്തിയുള്ള പുരുഷന്മാർ, സ്ത്രീകൾ അവിടെ എഴുന്നേൽക്കാൻ തുടങ്ങി. ദൈവമില്ല എന്നും ദൈവത്തെക്കുറിച്ച് കേട്ടാൽ ഇഷ്ടപ്പെടാത്ത ഭവനങ്ങളിൽ ആരാധനയും പ്രാർത്ഥനയും തുടങ്ങാൻ തുടങ്ങി. അതുതന്നെയാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും 1ഉം 2ഉം ലോകമഹായുദ്ധത്തിന് ശേഷം സംഭവിച്ച വിഷയമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയരെ, ദൈവം നമ്മെ ഉണർത്തുവാൻ ആരംഭിക്കുമ്പോൾ ദൈവം ചില ശബ്ദങ്ങൾ നമ്മെ കേൾപ്പിക്കും. ആ ശബ്ദം നമ്മുടെ കൈകാലുകളെ ബലപ്പെടുത്തും. നമുക്ക് വലിയൊരു ധൈര്യം കൊണ്ടുവരും. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലൊരു പ്രത്യാശ ഉണ്ടാകും. നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ഇന്ന് ലോകത്തിൻ്റെ മുൻപിൽ നഷ്ടപ്പെട്ട ഒരു സംഭവമാണ് നമ്മുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടോ ഇല്ലയോ. നമുക്ക് തന്നെ നിശ്ചയമില്ല. ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിഫലമുണ്ടോ, എന്തെങ്കിലും അവകാശം നമുക്കുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നിശ്ചയമില്ലാതെ അവർ നെട്ടോട്ടം ഓടുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. ലോകത്ത് വളരെ കഷ്ടങ്ങൾ നടമാടുന്നുണ്ട്.
കൊലയും കൊലപാതകങ്ങളും നടക്കുന്നുണ്ട്. ജാതി ജാതിയോടും പട്ടണം പട്ടണത്തോടും എതിർത്ത് അവിടെ തകർത്തു വരികയാണ്. അവിടെ അങ്ങനെ 5-ാം വാക്യത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? പോക്കുവരവിന് പോലും സമാധാനമില്ലാത്ത കാലം. ശക്തമായ വാക്കുകളാണ് വചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓർമ്മകളിൽ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ ഭവനങ്ങളിൽ, കുഞ്ഞുങ്ങളിൽ, ദേശത്ത് നാം ഇടപെടുന്നിടത്ത് പല സമയങ്ങളും പോക്കുവരവിന് പോലും സമാധാനമില്ലാത്ത കാലഘട്ടങ്ങൾ നമ്മെ വിഴുങ്ങിക്കളയുവാൻ ശക്തിയോടെ അടുത്തു വരും. എങ്കിലും നീ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ദൈവം നിന്നോട് പറയും, ശരിയാണ്, ദേശത്ത് സമാധാനമില്ല, കഷ്ടതയുണ്ട്, എങ്ങും രോഗവും ദുഃഖവും വേദനയും നിലവിളിയുമുണ്ട്. എങ്കിലും നിന്റെ കൈകൾക്ക് പ്രതിഫലമുണ്ട്. നിന്റെ കൈകൾ തളർന്നു പോകരുത്. നീ ദുഃഖിതനായിരിക്കേണ്ട, ദൈവത്തിൽ ആശ്രയിക്കുക. അങ്ങനെ നമ്മോട് മാത്രമല്ല, അങ്ങനെ ആസയോട് പറഞ്ഞതായ ആ വചനം മുഖേന ആസയിലുണ്ടായ ധൈര്യം കണ്ടുകൊണ്ട് ഇസ്രായേൽ ദേശത്ത് നിന്ന് അനേകർ വന്ന് ആസാരാജാവിനോട് ചേരുവാനിടയായി. 41 വർഷം അദ്ദേഹം രാജ്യത്തെ ഭരിച്ചു. ദേശത്ത് ഉണർവ്, ചരിത്രത്തിൽ രേഖപ്പെടുത്തുവാനുള്ള ഉണർവ് അവിടെ പ്രത്യക്ഷപ്പെടുവാൻ തുടങ്ങി. പ്രിയപ്പെട്ട ദൈവ പൈതലേ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രത്യാശ നഷ്ടപ്പെട്ട ചിലപ്പോൾ അനുഭവങ്ങളായിരിക്കും നമുക്കുള്ളത്. സമാധാനം പോക്കുവരവിന് പോലും കാണില്ല. ജീവിതത്തിലും സ്വന്തം അനുഭവത്തിലും കുടുംബ ജീവിതത്തിലും കുഞ്ഞുങ്ങളുടെ ബന്ധത്തിലും ആരാധനയുമായിട്ടുള്ള ബന്ധത്തിലും സമാധാനം നഷ്ടപ്പെട്ട് പോക്കുവരവിന് പോലും സ്വസ്ഥതയില്ലാത്ത കുടുംബങ്ങളും വ്യക്തി ജീവിതങ്ങളും അനേകായിരങ്ങളെ ഈ കാലങ്ങളിൽ പിശാച് തട്ടിയെടുത്തുകൊണ്ട് വാഴ്ച തുടങ്ങുന്നിരിക്കുന്ന കാലം. എന്നാൽ ഭക്തന്മാരോട്, രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവരോട് ദൈവത്തിനൊരു അരുളപ്പാടുണ്ട്. നീ ധൈര്യമായിരിക്കുക. ലോകം അങ്ങനെയൊക്കെ ഓടുന്നുണ്ടെങ്കിലും നീ ധൈര്യമായിരിക്കുക. നിന്റെ കൈകൾ കുഴിഞ്ഞു പോകരുത്, അത് ശക്തി കുറഞ്ഞു പോകരുത്. യഹോവയിൽ പ്രത്യാശ വയ്ക്കുക. അതിനുശേഷം ദൈവം തരുന്ന വലിയൊരു വാഗ്ദത്തം, നിന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാകും. ദൈവം നമുക്കായി ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ആ ഒരൊറ്റ ഒരു ആശ്വാസ വചനമാണ് ദൈവത്തിൽ നമ്മെ ഉറപ്പിക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളതായ ഒരു വചനം, നിന്റെ കൈകളുടെ പ്രവൃത്തിക്ക് പ്രതിഫലമുണ്ടാകും. യഹോവയിൽ ആശ്രയിക്കുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, സത്യത്തിന് വേണ്ടി നിൽക്കുക, ദൈവത്തിന്റെ മുഖത്തേക്ക്, നിന്റെ എല്ലാ ആവശ്യങ്ങൾക്കും ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുക. അവൻ നിന്നെ കൈവിടുകയില്ല. ദേശം തകരട്ടെ, പട്ടണങ്ങൾ തകരട്ടെ, സമാധാനമില്ലാതെ അനേകർ നശിക്കുന്ന നീ ആ രംഗങ്ങളിൽ കണ്ടുകൊണ്ട് നീ വിഷമിക്കേണ്ട. നീ മറ്റുള്ളവരുടെ മുമ്പിൽ തിരക്തത അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിന്റെ ജീവിതത്തിൽ സ്വസ്ഥതയും സമാധാനം നഷ്ടപ്പെട്ട ഒരു അനുഭവമായിരിക്കാം. എങ്കിലും നീ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നുണ്ടോ? സമാധാനത്തിന്റെ ഒരു പ്രഭുവിനെ നിന്റെ ജീവിതത്തിൽ നിനക്ക് ദർശിക്കുവാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ ആ ദൈവം നിന്നോട് അരുളി ചെയ്യാണ്, നിന്റെ കൈകൾ കുഴഞ്ഞു പോകരുത്, നിന്റെ പ്രവൃത്തികൾക്ക് പ്രതിഫലമുണ്ടാകും. God bless you.